യാത്ര പാപ്പിൻശ്ശേരി KSTP റോഡിന്റെ പ്രവൃത്തി മിനിഞ്ഞാന്നാണ് ആരംഭിച്ചത്. ആ റോഡിൽ പൂർണ്ണമായും യാത്ര മുതൽ പാപ്പിൻശ്ശേരി വരെ BC ചെയ്തുകൊണ്ട് ലേഔർ പ്രവർത്തനം, ഉപരിതല മിനുക്കൽ പ്രവർത്തനം പൂർത്തീകരിക്കാനാണ് പദ്ധതി. അതിൽ നമുക്കറിയാം, ഈ റോഡിലെ ചില പോയിന്റുകൾ വലിയ രീതിയിൽ പൊട്ടുകയും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ പ്രത്യേകമായി അതിൽ BM പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും അല്ല, ഇത്തരത്തിൽ തകരാറ് സംഭവിക്കുന്ന ഏരിയകളെ എഞ്ചിനീയർമാർ കണ്ടെത്തിക്കൊണ്ട് അവിടെ മാത്രമാണ് BM. അത് പൂർണ്ണമായും പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ BM പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BC പൂർണ്ണമായും നിർവഹിക്കാൻ പോകുന്നതേയുള്ളൂ. ഇപ്പൊ BM എന്നത് നമുക്കറിയാം, അത് 20 mm, 16 mm, 6 mm ജില്ല് ഉപയോഗിച്ചുകൊണ്ടാണ് BM പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രവൃത്തി സ്വാഭാവികമായിട്ട് ചിലയിടങ്ങളിൽ പ്രവൃത്തി പൂർത്തീകരിച്ചയുടൻ വലിയ ലോറികളും വാഹനങ്ങളും അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ചെറിയിടങ്ങളിൽ BMന്റെ ചിലയിടങ്ങളിൽ തകരാറ് പറ്റിയിട്ടുണ്ട്. അത് BC പൂർണ്ണമായും ചെയ്യുന്ന ഘട്ടത്തിൽ അത് ക്ലിയർ ചെയ്തുകൊണ്ടാണ് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് റോഡ് പണി പൂർത്തിയാവുകയാണ് എന്നുള്ളതാണ്. അത് പൂർത്തിയാവുകയല്ല. BM പ്രാരംഭമായി ഒരു ബേസ് എന്ന രീതിയിൽ ഇപ്പോൾ ചില പോയിന്റുകളിൽ മാത്രം അത് പ്രവൃത്തി നടന്നു പോവുകയാണ്. ഇനി പൂർണ്ണമായും BC ചെയ്യാൻ പോകുന്നതേയുള്ളൂ. അത് ചെയ്യുന്നതോടുകൂടിയാണ് റോഡിന്റെ കൃത്യമായ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത്. പ്രാരംഭമായി ചെയ്യുന്ന BM പദ്ധതി ചില പോയിന്റുകളിൽ പൂർത്തീകരിച്ചതിന് ശേഷം BC ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും എന്ന് തന്നെയാണ്. ഇത് സ്വാഭാവികമായിട്ടും BC ചെയ്യുന്നതിന് മുന്നേ BM ചെയ്ത പോയിന്റുകളിൽ ഈ പ്രശ്നം കാണുമ്പോൾ തന്നെ ജനങ്ങൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചത് ഇത് റോഡ് പണി പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഇനിയും അതിന്റെ മുകളിലൂടെ BC പൂർണ്ണമായും ചെയ്യാനുണ്ട്. പൂർണ്ണമായ നമ്മൾ നേരത്തെ പ്രൊജക്റ്റിൽ പറഞ്ഞ പ്രവൃത്തി അത് ചെയ്യാൻ പോകുന്നതേയുള്ളൂ. അത് ഇതിന്റെ മുകളിലൂടെ കൂടി നമുക്ക് നിർവഹിച്ചു പോകാനുണ്ട്. ഇത് വെള്ളം കിട്ടും. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായ റോഡിന് ഡാമേജും കൂടിയ ചില പോർഷനിൽ മാത്രം ഇപ്പോൾ ചെയ്യുന്ന BM ചെയ്തു പോകുന്നു എന്നത് മാത്രമാണ്. പൂർണ്ണമായി ഇതിന്റെ മുകളിലൂടെ ഇതിൽ എവിടെയെങ്കിലും വണ്ടി പെട്ടെന്ന് പോയത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് BC പൂർണ്ണമായും യാത്ര മുതൽ പാപ്പിൻശ്ശേരി വരെ നിർവഹിച്ചു പോകാൻ പോകുന്നത്. ചില തെറ്റായ ധാരണയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചില പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം രാത്രികാലങ്ങളിൽ പണി ചെയ്യുന്നു. പൂർണ്ണമായും AEയും ഓവർസിയർമാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് പ്രവൃത്തി നടക്കുന്നത്. രാത്രി ഈ പ്രവൃത്തി ചെയ്യാൻ തെരഞ്ഞെടുക്കാൻ കാരണം ഗതാഗതം കുറച്ചുകൂടി കുറഞ്ഞൊരു സമയമാണ്. അതോടൊപ്പം തന്നെ പകൽ സമയം ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡെന്ന രീതിയിൽ പകൽ സമയം പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഗതാഗത കുരുക്കിലേക്ക് നമ്മുടെ പ്രദേശം മാറും. അത് ദീർഘമായ കാലങ്ങളിലേക്ക് 1 മാസത്തോളം ഈ പ്രവൃത്തി നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കാലം പൂർണ്ണമായും ഗതാഗത കുരുക്കിലേക്കും അതോടൊപ്പം തന്നെ വ്യാപാരികൾക്കുൾപ്പെടെ അതിന്റെ റോഡ് ചെയ്യുമ്പോഴുള്ള പൊടിയും മറ്റ് ശല്യങ്ങളും ഒക്കെ ജനങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് രാത്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. പൂർണ്ണമായി എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ആ പ്രവൃത്തി നടക്കുകയും ചെയ്യുന്നത്. നിലവിൽ ചെയ്യുന്നത് BM മാത്രമാണ് ചില പോയിന്റുകളിൽ നടക്കുന്നത്. പൂർണ്ണമായ ടാറിംഗ് ആ പ്രവൃത്തി ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ. ആ ചില പോർഷനുകളിൽ വെച്ച BM പൂർത്തീകരിച്ചതിന് ശേഷം എവിടെയെങ്കിലും അത്തരം ഡാമേജുകൾ വന്നിട്ട് അത് വാഹനങ്ങൾ കണ്ടിന്യൂസ് ആയി വലിയ ലോറികൾ കയറി പോകുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് ഒരു തരത്തിലും റോഡ് പണിക്ക് പ്രയാസകരമായി വരില്ല. എല്ലാം കൃത്യമായി പരിശോധിച്ച് BC ചെയ്യുന്നതോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകാൻ പറ്റും. ടാറിംഗ് ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. അത്തരം ചില തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നത് അതൊരിക്കലും തെറ്റായ ഒരു പ്രവൃത്തി നടത്താൻ അനുവദിക്കില്ല. സംസ്ഥാന സർക്കാർ സൂക്ഷ്മമായി തന്നെ ഇതിൽ പരിശോധിക്കുന്നുണ്ട്. എഞ്ചിനീയർ വിംഗ് PWD കൃത്യമായ പരിശോധന ഇതിനകത്ത് നടക്കുന്നുണ്ട്. നല്ല സുതാര്യമായി തന്നെ അതിമനോഹരമായ റോഡാക്കി മാറ്റും. ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാരംഭ പ്രവർത്തനം മാത്രമാണ്. അതിന്റെ മുകളിൽ ഉൾപ്പെടെ റോഡ് ടാറിംഗ് പൂർത്തീകരിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ.